പശ്ചിമ ബംഗാളിലെ ബംഗുരയിൽ സിജെപി പ്രവർത്തകന്റെ പിതാവ് കൊല്ലപ്പെട്ടു. സിജെപി വളണ്ടിയർ ഷെയ്ഖ് അബ്ദുൾ ഹഫീസിന്റെ പിതാവ് ജനാബ് മാഫിക്കാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ബിജെപി എന്ന സിജെപി ആരോപിച്ചു. സിജെപിയുടെ സ്കൂൾ ടീ കരോ ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രദേശത്തെ സ്കൂളിന്റെ മോശം അവസ്ഥ ഷെയ്ഖ് അബ്ദുൾ ഹഫീസ് ചൂണ്ടിക്കാട്ടിയതിന്റെ പ്രതികാരമാണെന്ന് സിജെപി ആരോപിച്ചു. ലാൽകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലാൽകുമാർ, നോക്കൂ, സിജെപി ജന്തർ മന്ദറിൽ സമരം നടത്തുന്നു. അതിനുശേഷം സിജെപി പ്രവർത്തകരുടെ ആവശ്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രതികാര നടപടി ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ്. പക്ഷേ ഈ സമരം അവസാനിച്ചതിന് ശേഷം നിരവധി തവണ അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് ഈ സിജെപി സമരത്തിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള സൗരവിന്റെ വീട്ടിലടക്കം പോലീസ് കയറിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മറ്റൊരു ദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്താണ് സിജെപിയുടെ പ്രതികരണം? ബംഗാളിലെ ബംഗൂരിൽ നിന്നാണ് ഈ ദാരുണമായ വാർത്ത വന്നിരിക്കുന്നത്. ഈ സി ജെ പി രാജ്യത്തുടനീളം അവരുടെ ഒരു ക്യാമ്പയിൻ ഇത്തരത്തിൽ പുറപ്പെടുവിച്ചിരുന്നു. ഈ രാജ്യത്തെ സ്കൂളുകളുടെ പോരായ്മകൾ, ഈ ഗ്രാമങ്ങളിലെ സ്കൂളുകളുടെ പോരായ്മകൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ അവർ മുന്നോട്ട് വെച്ചത്. പ്രധാനമായിട്ടും അവർ അതിലൂടെ പറയുന്നത് സ്കൂളുകൾ, ഈ വില്ലേജുകളിലെ ഗ്രാമങ്ങളിലെ സ്കൂളുകൾ നന്നാക്കൂ എന്നൊരു ആശയമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത്. മാത്രമല്ല, ഇതിന്റെ വീഡിയോകൾ ഉൾപ്പെടെ തങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ തങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് അത് തങ്ങളുടെ പേജിലൂടെ അത് മറ്റുള്ളവരെ അറിയിക്കുമെന്ന കാര്യം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗാളിൽ നിന്നുള്ള ഒരു സിജെപി വളണ്ടിയറായ ഷെയ്ഖ് അബ്ദുൾ ഹഫീസ് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് സ്കൂളിന്റെ വീഡിയോ ഇത്തരത്തിൽ ചിത്രീകരിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചില അക്രമികൾ കയറി ചെല്ലുകയും പിതാവിനെയും അദ്ദേഹത്തെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ ജനാബ് മാഫിക് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ സിജെപി ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഈ കുറ്റക്കാരെ എത്രയും വേഗത്തിൽ പിടികൂടണമെന്നാണ് സിജെപി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, തങ്ങളെ ഇത്തരം ആക്രമണത്തിലൂടെ തങ്ങളെ നിശബ്ദമാക്കാൻ പറ്റില്ല എന്നും അഭിജിത് കെ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് സിജെപിയുടെ ഒരു നേതൃത്വം കടന്നു ചെല്ലും. അശുതോഷ് രംഗെ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് പോകുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ബിജെപി പ്രവർത്തകരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സിജെപിയുടെ ആരോപണം. മാത്രമല്ല, ഈ ബിജെപി പ്രവർത്തകർ ഇത്തരത്തിൽ ഈ വീഡിയോ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തു. ഈ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ വീഡിയോ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്തു എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ആശുപത്രി ആദ്യം ആ പ്രദേശത്തെ ഒരു ആശുപത്രിയിലാണ് എത്തിച്ചത്. അവിടെ നിന്നാണ് ഈ പിതാവ് മരണപ്പെട്ട എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെതിരെയാണ് അഭിജിത് കെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഇത്രയും ഒരു ന്യായമായ ആവശ്യമാണ് അദ്ദേഹം സിജെപി മുന്നോട്ട് വെച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചത്. ഈ ചിത്രീകരിച്ച കാര്യം ഈ പുറത്തുള്ള ബിജെപി പ്രവർത്തകർക്ക് അതിനകത്തുള്ള അധ്യാപകൻ ചോർത്തി നൽകി എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ബിജെപിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ബിജെപി പ്രതികരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ തങ്ങളുടെ പ്രവർത്തകരാരെങ്കിലും ഇത്തരത്തിൽ ആക്രമണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും സംരക്ഷിക്കുന്ന നിലപാട് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നൊരു ന്യായം പറയുമ്പോൾ തന്നെയും അവർ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ തൃണമൂൽ ഭരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ CPM ഭരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉണ്ടായില്ല? ആ സമയത്ത് സ്കൂളുകളുടെ പോരായ്മകൾ എന്തുകൊണ്ട് തുറന്നു കാട്ടിയില്ല? തങ്ങൾ ഭരിക്കുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി പുറത്തു വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ന്യായമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും CJP ശക്തമായി തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CJP തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് അവർ ബംഗാളിലേക്ക് ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തകരെ നേതൃത്വത്തെ തന്നെ അശുതോഷ് രംഗ തന്നെ ഈ ബംഗാളിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഭദ്ര.